ഗലീലായിൽ പിറന്നോരമ്മേ, കർമ്മലിത്ത പുണ്യവതി അമ്മ ത്രേസ്യ, ശ്രേഷ്ഠമാം പാണ്ഡിത്യത്തിൻ ഉടമയായവളേ, വേദപാരംഗത എന്നൊരു നാമധേയത്താൽ അർഹയായൊരു പുണ്യവതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 15 തിരുസഭാ മാതാവ് ദേവശാസ്ത്ര പണ്ഡിതയും വേദപാരംഗതയുമായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം സ്വീകരിച്ച് ഉന്നതമായ പ്രാർത്ഥനാ ജീവിതം നയിച്ച ഒരു പുണ്യാത്മാവ്. എല്ലാം കടന്നു പോകും, ദൈവം മാത്രം നിലനിൽക്കും എന്ന് ഉറച്ചു വിശ്വസിച്ച അമ്മ ത്രേസ്യ ദൈവസ്നേഹത്തെ തൻ്റെ അനുഭവത്തിലൂടെ വെളിപ്പെടുത്തി. സെയിൻറ്റ് ട്രീസാസ് UPS ഇന്ന് അതിൻ്റെ മധ്യസ്ഥയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു. പ്രകൃതി രമണീയമായ കൊണ്ണിയൂർ ഗ്രാമത്തിൽ വിദ്യയുടെ വെളിച്ചം പകർന്നുകൊണ്ട് ശിരസ്സുയർത്തി നിൽക്കുന്ന സെയിൻറ്റ് ട്രീസാസ് UP സ്കൂൾ 1924 മെയ് 19 ക്രിസ്ത്യൻ മിഷണറിമാരാൽ സ്ഥാപിതമായി. ഔദ്യോഗികമായി സെയിൻറ്റ് ട്രീസാസ് സ്കൂൾ ഫോർ ബോയ്സ് എന്ന പേരിൽ ആരംഭിച്ച വിദ്യാലയം ആ വർഷം തന്നെ പെൺകുട്ടികൾക്കും പ്രവേശനം നൽകുകയുണ്ടായി. സ്കൂളിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി അന്നത്തെ തിരുവനന്തപുരം രൂപത മെത്രാൻ പീറ്റർ ബെർണാഡ് പെരേര തിരുമേനി 1962 ജൂൺ മുതൽ CSST സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ പ്രവർത്തനം വിപുലമാക്കി. 1982 ജൂലൈ 13 തീയതി വിദ്യാലയം UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു. 1924 12 കുട്ടികളുമായി ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് LKG മുതൽ 7ാം ക്ലാസ് വരെ 500-ലധികം കുട്ടികൾ പഠിക്കുകയും 25 അധ്യാപകർ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകാ വിദ്യാലയമായി വളർന്നു. കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തി അവയെ പ്രോത്സാഹിപ്പിക്കുക, സാമ്പത്തികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ സഹായം നൽകുക, ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്മയിൽ ജീവിക്കാനുള്ള അടിത്തറ നൽകുക എന്നിങ്ങനെ പഠനത്തോടൊപ്പം ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയാണ് ഈ വിദ്യാലയം ലക്ഷ്യം വയ്ക്കുന്നത്. റവറൻഡ് സിസ്റ്റർ റെമോൾഡ, സിസ്റ്റർ ജെനറ്റ്, സിസ്റ്റർ ലിയോണില, സിസ്റ്റർ ഡിഡാക്കസ്, സിസ്റ്റർ എലനോർ, സിസ്റ്റർ ഫിലമിൻ, സിസ്റ്റർ ഇറാസ്മ, സിസ്റ്റർ അമൃത, സിസ്റ്റർ സെസിൽ തുടങ്ങിയ സിസ്റ്റേഴ്സ് ഈ വിദ്യാലയത്തിന്റെ പ്രഥമ അധ്യാപകരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മാതൃകാപരമായ പെരുമാറ്റത്തിലൂടെയും ഉയർന്ന പഠന നിലവാരത്തിലൂടെയും സ്കൂളിനെ വളർത്താൻ ഈ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചിരുന്ന പ്രഗത്ഭരായ അധ്യാപകർ നിരന്തരം പരിശ്രമിച്ചിരുന്നു. കഴിഞ്ഞ 9 പതിറ്റാണ്ടിലേറെ കാലമായി കൊണ്ണിയൂർ നിവാസികളുടെ വൈജ്ഞാനിക നവോത്ഥാന മണ്ഡലത്തിൽ ഉജ്ജ്വല ശോഭയോടെ സെയിൻറ്റ് ട്രീസാസ് UP സ്കൂൾ വിരാജിക്കുന്നു. ഒരു നീണ്ട കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പേറുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി നിലകൊള്ളുന്ന ശക്തരായ ധാരാളം വിദ്യാർത്ഥികൾ ഇനിയും രൂപപ്പെടുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു. 16ാം നൂറ്റാണ്ടിൽ കർമ്മലീത്ത സന്യാസ സഭകളുടെ നവീകരണത്തിനും പുനഃസ്ഥാപനത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും കത്തോലിക്ക സഭയുടെ വേദപാരംഗത എന്നറിയപ്പെടുകയും ചെയ്യുന്ന വിശുദ്ധ അമ്മ ത്രേസ്യ ബാല്യകാലത്ത് തന്നെ രക്തസാക്ഷിത്വത്തിലൂടെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയും പിന്നീട് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിച്ച് ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ട് ഉന്നത പ്രാർത്ഥനാ ജീവിതം നയിച്ച വ്യക്തിത്വമാണ്. ആ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാം. 1515 മാർച്ച് 28 സ്പെയിനിലെ ആവിലായിൽ ഡോൺ അൽഫോൺസോ സാഞ്ചസ് ദസപാദയുടെയും ഡോണ ബെയാട്രിസ് ദവീലായി അഹുമാദയുടെയും മകളായി ത്രേസ്യ ജനിച്ചു. 12 മക്കളിൽ ഒരാളായ ത്രേസ്യ പിതാവിൻ്റെ ഇഷ്ടപുത്രി മാത്രമായിരുന്നില്ല, പിന്നെയോ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉള്ളവളുമായിരുന്നു. ദരിദ്രരോടും തൻ്റെ ഭൃത്യന്മാരോടും രോഗികളോടും പ്രത്യേകം അനുകമ്പ കാട്ടിയിരുന്ന പിതാവിൻ്റെയും സമർത്ഥയും ശാന്തപ്രകൃതയും പൂർണ്ണഭക്തിയുമായ മാതാവിൻ്റെയും സ്വഭാവ സവിശേഷതകൾ കണ്ടു വളർന്ന ത്രേസ്യയും മറ്റ് എല്ലാ സഹോദരങ്ങളും മാതാപിതാക്കളെ പോലെ തന്നെ ഉന്നത പ്രാർത്ഥനാ ജീവിതവും മാതൃകാപരവുമായ ജീവിതവുമാണ് നയിച്ചു പോന്നിരുന്നത്.
ത്രേസ്യയ്ക്ക് തന്നേക്കാൾ 4 വയസ്സ് മുതിർന്ന റോഡ്രിഗോ എന്നു പേരുള്ള സഹോദരനുമായിട്ടായിരുന്നു കൂടുതൽ ചങ്ങാത്തം. അതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചിരുന്ന് വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുക പതിവായിരുന്നു. അതിൽ നിന്ന് കിട്ടിയ പ്രചോദനമനുസരിച്ച് രക്തസാക്ഷിത്വം കൈവരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും നമുക്ക് എങ്ങനെ രക്തസാക്ഷിത്വം കൈവരിക്കാം എന്ന് മനസ്സിൽ ഉറച്ച് തനിക്ക് വേണ്ട മനക്കരുത്ത് കർത്താവ് എനിക്ക് നൽകും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഒരു കാര്യം തീരുമാനിച്ചു. അതിങ്ങനെയായിരുന്നു: ദൈവനാമത്തെ പ്രതി ഭിക്ഷാടനം ചെയ്തുകൊണ്ട് മൊറോക്കോയിൽ എത്തിച്ചേരുക, അവരാൽ ശിരസ് ഛേദിക്കപ്പെടുക, അങ്ങനെ രക്തസാക്ഷികളാകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ റോഡ്രിഗോയും ത്രേസ്യയും ഒരുമിച്ച് വീട് വിട്ടിറങ്ങി. എന്നാൽ വഴിയിൽ വച്ച് പിതാവിൻ്റെ സഹോദരൻ ഇവരെ കണ്ടുമുട്ടുകയും തിരിച്ച് വീട്ടിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്തു. അന്ന് ത്രേസ്യയ്ക്ക് വെറും 7 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. തൻ്റെ ആഗ്രഹം സഫലമാക്കാൻ കഴിയാതെ വന്ന ത്രേസ്യ പിന്നീട് വീട്ടിലെ തോട്ടത്തിൽ ഒരു പർണശാലയുണ്ടാക്കി അവിടെ താപസ ജീവിതം നയിക്കാനായിരുന്നു പിന്നീട് ആഗ്രഹിച്ചത്. എന്നാൽ ആ ആഗ്രഹവും സഫലമാക്കാൻ ത്രേസ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ചെറിയ ചെറിയ നന്മ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, കൂടുതൽ സമയം ഏകാന്തമായിരുന്ന് പ്രാർത്ഥനയിൽ മുഴുകുകയും കൊന്ത ചൊല്ലുകയും പതിവാക്കി. അങ്ങനെ ത്രേസ്യയുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നീങ്ങി. 14 വയസ്സുണ്ടായിരുന്നപ്പോൾ ത്രേസ്യയുടെ അമ്മ മരിച്ചു. പിന്നീട് ആധുനിക ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളുടെ അതിപ്രസരം അവളെ വല്ലാതെ സ്വാധീനിച്ചു. ആഡംബര വസ്ത്രധാരണത്തെക്കുറിച്ചും പ്രേമബന്ധങ്ങളെക്കുറിച്ചുള്ള വായനകൾ അവളുടെ ആത്മീയ തീക്ഷ്ണതയെ വല്ലാതെ ഉലച്ചു. പിതാവിൻ്റെയും മൂത്ത സഹോദരിയുടെയും സമയോചിതമായ ഇടപെടലുകൾ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ മൂത്ത സഹോദരി മരിയ ഡോണയുടെ വിവാഹം ഉറപ്പിക്കാൻ പോകുന്നു. ത്രേസ്യയുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് പിതാവ് ഉത്കണ്ഠാകുലയായി. അടുത്തുള്ള അഗസ്തീന മഠത്തിൽ അവളെ താമസിപ്പിക്കാമെന്ന് പിതാവ് തീരുമാനമെടുത്തു. ആദ്യമൊന്നും ആ അന്തരീക്ഷവുമായി യോജിക്കാൻ അവൾക്ക് സാധിച്ചില്ല. എങ്കിലും അവളുടെ ഉള്ളിലെ ദൈവത്തെ സ്നേഹിക്കാനുള്ള ദാഹം ഒരിക്കലും കെട്ടിട്ടില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കോൺവെന്റിലെ സിസ്റ്റേഴ്സിന്റെ കണ്ണിലുണ്ണിയായി മാറി അവൾ. ബോർഡിംഗ് മിസ്ട്രസ്സായ സിസ്റ്ററിന്റെ ജീവിതശൈലി അവളെ വല്ലാതെ സ്വാധീനിച്ചു. വിശുദ്ധയും വിവേകിയുമായിരുന്നു അവൾ. ഒരിക്കൽ കൈവിട്ടുപോയ നിത്യതയെക്കുറിച്ചുള്ള ചിന്ത അവളിൽ വീണ്ടും ഉയർന്നു വന്നു. ആ സിസ്റ്റർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതും പുണ്യങ്ങൾ ചെയ്യുന്നതും കണ്ടപ്പോൾ അതുപോലെ എനിക്കും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ത്രേസ്യ ആശിച്ചുപോയി. 1.5 വർഷക്കാലം ആ കോൺവെന്റിൽ താമസിക്കുകയുണ്ടായി. ഇൻകാർണേഷനിലെ കർമ്മലീത്ത മഠത്തിൽ താമസിച്ചിരുന്നപ്പോൾ വിശുദ്ധയും സത്തമയുമായ ഒരു കന്യാസ്ത്രീയുടെ സംഭാഷണം അമ്മ ത്രേസ്യയെ സന്തോഷവതിയാക്കി. ഈ അവസരങ്ങളിൽ ഒരു കന്യാസ്ത്രീയാകണമെന്നുള്ള വിചാരം ഉയർന്നു വന്നിരുന്നുവെങ്കിലും ആ ആഗ്രഹം തിരോഭവിക്കുകയും ചെയ്തിരുന്നു. അമ്മ ത്രേസ്യയ്ക്ക് ഗുരുതരമായ രോഗം പിടിപെടുകയും അവൾ സ്വഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. തൃതീയ അക്ഷരമാല എന്ന പുസ്തകത്തിലെ പ്രാർത്ഥനാ രീതി സ്വീകരിക്കുവാൻ തയ്യാറായി. മാനസിക പ്രാർത്ഥന നടത്താൻ സാധിക്കാത്തവർക്ക് വായന സ്വല്പമായാലും അത് മതിയാകും എന്നൊരു കാഴ്ചപ്പാടാണ് ത്രേസ്യയ്ക്കുണ്ടായിരുന്നത്. വിശുദ്ധ ഔസേപ്പിനെ തന്നെ സമർപ്പിക്കുകയും അദ്ദേഹത്തോട് ഭക്തി പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. പാപഹേതുവായ പരിസ്ഥിതികളിൽ വർദ്ധിച്ചു പോന്നിരുന്ന ഒരു യുവതിയായിരുന്നിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി ഏകാന്തത ഭജിക്കുന്നതും ദൈവത്തെപ്പറ്റി സംഭാഷിക്കുന്നതും അവിടുത്തെ ഛായ എല്ലായിടത്തും സ്ഥാപിക്കാൻ ഇച്ഛിക്കുന്നതും അതിനുവേണ്ട ഭക്തസാധനങ്ങൾ തേടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതും ദുഷ്പ്രവാദങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നതും സ്വന്തം പ്രാർത്ഥനാലയം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതും എല്ലാം ഒരു പുണ്യവതിയുടെ പ്രവൃത്തികളായി മറ്റുള്ളവരും സന്യാസിനികളും കണ്ടു. അതിനാൽ മഠത്തിൽ അവൾക്ക് അധികം സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. സന്യാസ ഭവനങ്ങളിൽ 2 മാർഗങ്ങളാണ് തുറന്നു കിടക്കുന്നത്. നിയമങ്ങളനുസരിച്ച് പുണ്യത്തിലേക്ക് നീങ്ങുന്നതാണ് ഒന്ന്, നിയമങ്ങളെ അവഗണിക്കുന്നതാണ് രണ്ടാമത്തേത്. ഇങ്ങനെ അമ്മ ത്രേസ്യയുടെ മഠവുമായി ബന്ധപ്പെട്ട ജീവിതത്തെ വിലയിരുത്താം. എന്ന വാഗ്ദാനത്തിന് ശേഷം അധികം താമസിയാതെ ത്രേസ്യയ്ക്ക് പക്ഷാഘാതം പിടിപെട്ടു.
ഭൗമിക ഭിക്ഷുക്കന്മാരെന്ന് സൗഖ്യം ലഭിക്കലും മനസ്സിലാക്കിയ ത്രേസ്യ സ്വർഗീയ ഭിക്ഷുക്കന്മാരെന്ന് സൗഖ്യം നേടാൻ തീരുമാനിച്ചു. വിശുദ്ധ യോസേഫിന്റെ ശക്തിയേറിയ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ത്രേസ്യയുടെ പക്ഷാഘാത സുഖമാവുകയും എഴുന്നേറ്റ് നടക്കാൻ അവൾ ശക്തിയാവുകയും ചെയ്തു. അമ്മ ത്രേസ്യയ്ക്ക് വിശുദ്ധ യോസേഫ് പിതാവിനോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിക്കുവാൻ ഈ സംഭവം ഇടയാക്കി. 1543 ത്രേസ്യയുടെ പിതാവ് മരണമടഞ്ഞു. പിതാവിന്റെ ഭാഗ്യപ്പെട്ട ജീവിതവും മരണവും അദ്ദേഹം അവൾക്ക് നൽകിയ ഉപദേശങ്ങളും അവളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. പിതാവിന്റെ കുമ്പസാരക്കാരനായിരുന്ന ഒരു ഡൊമിനിക്കൻ വൈദികനോട് അവളെല്ലാം ഏറ്റുപറഞ്ഞ് പാപസങ്കീർത്തനം നടത്തി. പ്രാർത്ഥനയിൽ അവൾക്കുണ്ടായിരുന്ന മടുപ്പും അലസതയും മാറി. വീണ്ടും അവൾ പ്രാർത്ഥന അനുഭവത്തിലേക്ക് കടന്നു വന്നു. പണത്തിൽ ആഘോഷിച്ചു വന്നിരുന്ന ഒരു തിരുനാളിന് വേണ്ടി ഉണ്ടാക്കി വച്ചിരുന്ന ക്രിസ്തുനാഥന്റെ ഒരു പ്രതിമയെ ത്രേസ്യ കാണുവാനിടയായി. ഭക്തി ദ്യോതകമായ ആ രൂപം കണ്ട മാത്രമേ അവൾ വികാരതരളിതയായി. തനിക്ക് വേണ്ടി സജ്ജ ആ തിരുമുറിവുകൾക്ക് താൻ നൽകിയ പ്രതി സമ്മാനങ്ങളെ കുറിച്ച് ഓർത്തപ്പോൾ ഹൃദയം പിളർക്കുന്ന വേദനയുണ്ടായി. അവൾ ആ രൂപത്തിനരികെ വീണ് കരഞ്ഞു. അവിടുത്തെ ഇനി ഒരിക്കലും വേദനിപ്പിക്കാതിരിക്കാനുള്ള ശക്തിക്കായി കേണപേക്ഷിച്ചു. ഈ അനുഗ്രഹം തരുന്നതുവരെ ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുകയില്ല എന്ന് ത്രേസ്യ പറഞ്ഞതായി ഓർക്കുന്നു. ഈ സംഭവം ത്രേസ്യയുടെ ആത്മീയത വളരെയധികം പുരോഗമിക്കുന്നതിന് കാരണമായി. പിന്നീട് ഒരിക്കലും ത്രേസ്യ തന്റെ പാപവഴികളിലൂടെ സഞ്ചരിക്കുവാൻ ദൈവം ഇടയാക്കിയില്ല. ഈശോയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ച അവളെ വളരെയേറെ ദൈവദർശനങ്ങളും വെളിപാടുകളും നൽകി അനുഗ്രഹിച്ച് മുന്നോട്ട് നയിച്ചു. 1560 ആവിലായിലെത്തിയ ഫ്രാൻസിസ്കൻ സഭയിലെ ഒരു പുണ്യ പുരോഹിതനായ ബിഷപ്പ് പീറ്റർ ഓഫ് അൽക്കാൻഡ്ര ത്രേസ്യയുടെ കുമ്പസാരക്കാരനായി. പ്രാർത്ഥനയുടെ എത്രയും തീക്ഷ്ണമായ ഭാവങ്ങളെ പിന്തുടർന്ന പുണ്യവതിയെ വ്യക്തമായ മാർഗങ്ങളിലൂടെ ദൈവ ഐക്യത്തിൽ എത്തിച്ചേരാൻ പരിശീലിപ്പിച്ചത് ഈ പുണ്യവൈദികനായിരുന്നു. 1560 തന്റെ 45-ാമത്തെ വയസ്സിൽ ത്രേസ്യ തനിക്ക് ഏറ്റവും പരിപൂർണമെന്ന് തോന്നുന്നത് മാത്രമേ ഇനി ചെയ്യൂ എന്ന ഒരു വ്രതത്തിലൂടെ തന്നെ തന്നെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിച്ചു. പിന്നീട് ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥനാ അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒരു മനുഷ്യനായി കണ്ടിട്ടുള്ള ആ അവബോധത്തിൽ നിന്നും വന്നതാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്വഭാവമല്ല ത്രേസ്യയ്ക്ക് പലപ്പോഴായി കിട്ടിയത്. ദൈവം പിതാവാണ്, ദൈവം വളരെ നല്ലൊരു കൂട്ടുകാരനാണ്, ദൈവം അവളുടെ കാമുകനാണ്, ദൈവം അവളുടെ സ്വന്തമാണ്, മാത്രമല്ല ദൈവം അങ്ങേയറ്റം വലിയവനാണ്. വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്ക് ഈശോയുടെ ചിത്രങ്ങൾ ഭാവനം ചെയ്യുമ്പോഴും വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴും ദൈവസാന്നിധ്യ സ്മരണ അപ്രതീക്ഷിതമായി അനുഭവപ്പെട്ടിരുന്നു. ദൈവം തന്റെ ഉള്ളിലുണ്ടായിരുന്നുവെന്നും താൻ ദൈവത്തിൽ ലയിച്ചിരിക്കുകയാണെന്നും സംശയിക്കാൻ നിവർത്തിയില്ലായിരുന്നു. ഈ ഒരു അനുഭവത്തെയാണ് വിശുദ്ധ അമ്മ ത്രേസ്യ ദിവ്യ സമാഗമ മനഃശാസ്ത്രം എന്നും മിസ്റ്റിക് തിയോളജി എന്നും പറയുന്നത്. ഒരിക്കൽ വിശുദ്ധ അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനമുണ്ടായി. ദർശനത്തിൽ സശരീരനായ ഒരു മാലാഖ അമ്മയുടെ അരികെ ഇടതുവശത്ത് നിൽക്കുന്നത് കണ്ടു. മാലാഖ ചെറുതായിരുന്നു, എന്നാൽ എത്രയും സുന്ദരനായിരുന്നു. ഒരു പ്രമുഖ മാലാഖയുടേതെന്ന പോലെ ആ ദൈവദൂതന്റെ മുഖം കത്തിജ്വലിച്ചിരുന്നു. ആ മാലാഖയുടെ കയ്യിൽ ഒരു സ്വർണ്ണകുന്തം, അതിന്റെ ലോഹാഗ്രത്തിൽ അഗ്നി ജ്വലിക്കുന്നുണ്ട്. ദൈവം ചിലപ്പോഴൊക്കെ അത് തന്റെ ഹൃദയത്തിലും ചിലപ്പോൾ കുടലുകളിലും അത് കുത്തിക്കടത്തുന്നതുപോലെ വിശുദ്ധയ്ക്ക് അനുഭവപ്പെട്ടു. അത് അവിടുന്ന് വലിച്ചെടുക്കുമ്പോൾ അവയവങ്ങളും കൂടി വലിച്ചെടുക്കുന്നത് പോലെ തോന്നി. ദൈവം തന്റെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് ഉജ്ജ്വലമാക്കി. അഗാധമായ ഈ വേദന കൊണ്ടുണ്ടായ മാധുര്യം എത്രയും ആഴമായതിനാൽ ആ വേദനയിൽ നിന്ന് മോചിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചില്ല എന്നത്രേ വിശുദ്ധ അമ്മ ത്രേസ്യ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത്. 1559 ത്രേസ്യയുടെ ഹൃദയഭേദന നടന്നത്. വിശുദ്ധയുടെ കൃതിയായ സ്വയംകൃത ചരിതത്തിൽ 29-ാം അധ്യായം 17-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നതാണ് ഈ സംഭവം. വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതം ഉളവാക്കിയതാണ് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഹൃദയഭേദന. ദൈവവുമായി നാം വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ കുറെ നല്ല കാര്യങ്ങൾ നാം ശീലമാക്കണം എന്നാണ് അമ്മ പറയുന്നത്. ഒന്നാമതായി പ്രാർത്ഥനയ്ക്ക് ഒരു സപ്പോർട്ടായി പറയുന്നത് എളിമയാണ്. മറ്റെല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയാണ് എളിമ എന്നാണ് അമ്മ പറയുന്നത്. അടുത്തതായി പ്രാർത്ഥനയിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം.
കൂടാതെ കുറെ ആലോചിച്ചു കൂട്ടാതെ ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ ആയിരിക്കുക. പ്രാർത്ഥന ഒരു സ്വഭാവമാണ്. അത് പരിശീലിച്ച് നേടിയെടുക്കുക. പ്രാർത്ഥന പ്രാർത്ഥിച്ചു തന്നെ പഠിക്കേണ്ട ഒന്നാണ്. അടുത്തതായി മിതത്വം, അതായത് സമീകൃത ആഹാരം പാലിക്കുക. ആവശ്യത്തിന് മാത്രം ആഹാരം കഴിക്കുക. കൂടാതെ സ്നേഹത്തോടെയുള്ള നന്ദി പ്രകടനമാണ് പ്രാർത്ഥന. എല്ലാ ദിവസവും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. അടുത്തതായി പ്രാർത്ഥിക്കുവാൻ നല്ല ധൈര്യം വേണമെന്നാണ് അമ്മ പറയുന്നത്. ഉറച്ച തീരുമാനത്തോടെ പ്രാർത്ഥിക്കുക. അവസാനമായി പ്രാർത്ഥന സൗഹൃദപരമാക്കുക. ദൈവവുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക. നമ്മുടെ എളിയ അവസ്ഥയെയും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള മഹാ അനുഗ്രഹങ്ങളെയും നമ്മുടെ കൃതജ്ഞതയെയും അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് ധ്യാനിക്കുക. പ്രാർത്ഥനയിൽ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ധ്യാനിക്കുക. ധ്യാനിക്കുമ്പോൾ ആത്മാവിന് പ്രോത്സാഹനവും ആനന്ദവും അനുഭവിക്കുവാൻ കഴിയും. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ദി ലൈഫ് എന്ന തന്റെ പുസ്തകത്തിൽ പ്രാർത്ഥനയുടെ വിവിധ പദവികൾ 4 തരം ജലസേചനങ്ങളുടെ ഉപമ പ്രയോഗിച്ച് വിശദീകരിക്കുന്നു. കിണർ, അക്വഡക്റ്റ്, ജലപ്രവാഹം, മഴ എന്നീ അവസ്ഥകളെയാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ അമ്മ ത്രേസ്യ വിശദീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം കിണറാണ്. മാനസിക പ്രാർത്ഥനയ്ക്കാണ് ഇവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഭൗതിക കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള ബൈബിൾ വായനയ്ക്ക് ഇവിടെ പ്രാധാന്യം ഏറെയാണ്. കിണറിൽ നിന്ന് ജലമെടുത്ത് പൂന്തോട്ടം നനയ്ക്കുന്നത് പോലെ പ്രാർത്ഥനയുടെ പ്രാരംഭകാലത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. നാം ആത്മീയ യാത്ര ആരംഭിക്കുമ്പോൾ നമ്മളിൽ നിലവിലുള്ള ഭൗതിക ശീലങ്ങൾ മാറ്റി മാനസിക പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്കും പ്രാധാന്യം കൊടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായി ആത്മാവിന് അനുഭവപ്പെടും. പമ്പ് വച്ച് ജലമെടുത്ത് പൂന്തോട്ടം നനയ്ക്കുന്നത് പ്രാർത്ഥനയുടെ 2ാം പദവിയാണ്. ഈ ഘട്ടത്തിൽ ഭൗതികതയിൽ നിന്ന് മാറി ആത്മാവ് ധ്യാനനിരതയാകുന്നു. ശാന്തമായ വാചിക പ്രാർത്ഥനയിലൂടെ ആത്മാവ് ദൈവത്തിലേക്ക് അടുക്കുന്നു. ശാന്തമായ പ്രാർത്ഥനയ്ക്ക് ദൈവവുമായുള്ള ബന്ധം സാധ്യമാക്കാൻ കഴിയും. ദൈവവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നാൽ അനുഗ്രഹിക്കപ്പെടുമെന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നു. പ്രാർത്ഥനയുടെ 3ാം പദവി ജലപ്രവാഹമാണ്. ഈ ഘട്ടത്തിൽ ആത്മാവ് ദൈവ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങുന്നു. അരുവികളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും ജലം ഒഴുകിയെത്തുന്നത് പോലെ ആത്മാവിലേക്ക് ദൈവ സാന്നിധ്യം ഒഴുകിയെത്തുന്നു. പ്രാർത്ഥനയുടെ 4ാം പദവി മഴയാണ്. ധ്യാനാത്മകമായ പ്രാർത്ഥനയ്ക്കാണ് ഇവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത്. പ്രാർത്ഥനയുടെ 4ാം പദവി മഴയാണ്. ധ്യാനാത്മകമായ പ്രാർത്ഥനയ്ക്കാണ് ഇവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത്. ആത്മാക്കളിലേക്ക് ദൈവ സാന്നിധ്യം മഴ പോലെ പെയ്തിറങ്ങുകയാണിവിടെ. പരിപൂർണ നിശബ്ദതയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുന്നു എന്നത് ഈ ഘട്ടത്തിലാണ്. പ്രാർത്ഥനയിലൂടെ ആത്മാവ് ദൈവവുമായി ഐക്യപ്പെടുകയും ദൈവം ആത്മാവിലേക്ക് ഇറങ്ങി വന്ന് ആത്മാവിൽ ജീവിക്കുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ തന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും അടർത്തിയെടുത്തവയാണിവ. ആദ്യഘട്ടത്തിൽ കഠിനാധ്വാനം ആയി അനുഭവപ്പെട്ട പ്രാർത്ഥന 4ാം ഘട്ടത്തിൽ മഴയായി പെയ്തിറങ്ങുന്ന അനുഭവമായി മാറുന്നു. ആത്മാർത്ഥമായ പ്രാർത്ഥന ചലനാത്മകവും ജീവനുള്ളതുമാണ്. ദൈവവുമായുള്ള സ്നേഹനിർഭരമായ സംഭാഷണമാണത്. ദൈവികമായ ആത്മീയ വിവാഹത്തെക്കുറിച്ച് വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത് ഇപ്രകാരമാണ്:
അമൂല്യമായ പ്രസ്തുത അനുഗ്രഹം ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അനുഭവപ്പെടുക. വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്ക് സംഭവിച്ചത് ഇപ്രകാരമാണ്. ഒരു ദിവസം ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് തന്റെ ഉയർപ്പിന് ശേഷം എന്നോണം മഹാപ്രഭയോടും സൗന്ദര്യത്തോടും പ്രതാപത്തോടും കൂടെ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ താല്പര്യങ്ങൾ അവൾ സ്വന്തമെന്ന വണ്ണം ഏറ്റെടുക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നുവെന്നും അവളുടെ താല്പര്യങ്ങൾ താൻ സംരക്ഷിച്ചു കൊള്ളുമെന്നും അവിടുന്ന് അരുൾ ചെയ്തു. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ ഇതിനു മുൻപും ഇതുപോലുള്ള ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതിൽ പുതുമയൊന്നുമില്ലല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ ദർശനം ഭാവനാപരമല്ല, ബൗദ്ധികപരമായിരുന്നുവെന്നും അത് അവളിൽ കൂടുതൽ വിസ്മയവും സംഭ്രമവും ഉളവാക്കി എന്നതാണ് വ്യത്യാസം. സ്വർഗത്തിലുള്ള മഹിമ പ്രതാപത്തിന്റെ അനുഭൂതി ആ നിമിഷം അവൾക്ക് നൽകാൻ കർത്താവ് തിരുമനസ്സായി എന്ന് ആ ദർശനത്തെക്കുറിച്ച് വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നു. ചില പരിചിതമായ വസ്തുതകൾ കൊണ്ട് ആത്മീയ വിവാഹത്തിന്റെ സൂക്ഷ്മ തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി തരുവാൻ വിശുദ്ധ അമ്മ ത്രേസ്യ ശ്രമിക്കുന്നുണ്ട്. ആത്മീയ വിവാഹം എന്നത് ഒരു നദിയിലേക്ക് ആകാശത്ത് നിന്ന് വെള്ളം വീഴുന്നത് പോലെ അത്രേ. രണ്ട് വെള്ളവും ഒന്നിച്ചു കലർന്ന ശേഷം നദിയിലെ വെള്ളവും ആകാശത്തിലെ വെള്ളവും വേർതിരിക്കാനാവില്ലല്ലോ. അതുപോലെ അത്രേ ആത്മീയ വിവാഹത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തോട് ചേരുന്നവൻ അവിടുന്നുമായി ഒരു ചേതസ്സായി തീരുന്നുവെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത് പരിപാവനമായ ഈ വിവാഹത്തെക്കുറിച്ചായിരിക്കും എന്ന് വിശുദ്ധ അമ്മ ത്രേസ്യ ഓർക്കുന്നു. ആത്മീയ വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ അമ്മ ത്രേസ്യ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ആത്മീയ വിവാഹത്തിന്റെ സൽഫലങ്ങളിൽ ഒന്നാമത്തേത് ആത്മവിസ്മൃതിയാണ്. സ്വർഗം, ആയുസ്, അഭിമാനം എന്നിവ തനിക്ക് വേണ്ടി നേടണമെന്ന ലക്ഷ്യമോ താല്പര്യമോ അശേഷം അവളിൽ കാണുകയില്ല. എല്ലാം ദൈവത്തിനു വേണ്ടി സമ്പൂർണമായി അർപ്പിക്കുന്നു. എന്തെല്ലാം സംഭവിച്ചാലും അചഞ്ചലമായ ആത്മവിസ്മൃതിയിൽ അവൾ നിലകൊള്ളും. രണ്ടാമത്തെ സൽഫലം സഹനത്തിനുള്ള തീവ്രമായ ആഗ്രഹമാണ്. ദൈവ തിരുമനസ് തങ്ങളിൽ നിറവേറണമെന്നാണ് ഈ ആത്മാക്കൾക്കുള്ള നിസ്സീമമായ അഭിവാഞ്ച. മാത്രമല്ല, ഈ ആത്മാക്കൾ മർദ്ദിക്കപ്പെടാൻ ഇടവരുന്ന പക്ഷം തങ്ങളെ ദ്രോഹിച്ചവരോട് യാതൊരു പ്രതികാരമോ ശത്രുതയോ കൂടാതെ സ്നേഹഭാവം പുലർത്തുകയും ചെയ്യും. നാം എല്ലാവരും ദൈവവുമായി ഐക്യപ്പെടണമെന്ന് വിശുദ്ധ അമ്മ ത്രേസ്യ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ചില കാര്യങ്ങൾ വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നാം അടിസ്ഥാനമില്ലാത്ത ഗോപുരങ്ങൾ നിർമ്മിക്കുന്നവരാകരുത്. സൽകൃത്യങ്ങളുടെ വൈപുല്യമല്ല, മറിച്ച് അവ എന്തുമാത്രം സ്നേഹത്തോടെയാണ് നാം നിർവഹിക്കുന്നത് എന്നാണ് കർത്താവ് നോക്കുന്നത്. അതിനാൽ നമ്മുടെ ശേഷിക്കുന്ന ജീവിതകാലം അത്രയും നമുക്ക് സാധിക്കുന്നിടത്തോളം ആന്തരികവും ബാഹ്യവുമായ ത്യാഗങ്ങൾ അവിടത്തേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ മാഹാത്മ്യം അപരിമിതമാണ്. അവിടുത്തെ സർഗശക്തിയും അങ്ങനെ തന്നെ. അവിടുത്തെ കാരുണ്യവും മഹത്വവും സമഗ്രമായി പ്രകീർത്തിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ അജ്ഞാതമായിരിക്കാതെ തന്റെ തീരുമാനത്തിനും ആഗ്രഹത്തിനും ഉപരിസഹിതയ്ക്കും മഹിമയ്ക്കും ഉപകരിക്കണമെന്നതായിരുന്നു വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആഗ്രഹം. ആത്മാവ് അദൃശ്യമാകിയാൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വെളിച്ചമല്ലാതെ ആന്തരികമായ വേറെ വെളിച്ചമൊന്നുമില്ലെന്നും നമ്മുടെ ആത്മാവിന്റെ ഉള്ളെല്ലാം ഇരുട്ട് നിറഞ്ഞതാണെന്നും സാധാരണയായി നമുക്ക് തോന്നിയേക്കാം. ഇവിടെ പ്രതിപാദിക്കുന്നത് 7-ാം സദനമാണ്. ഈ സദനത്തിൽ പ്രവേശിക്കുന്ന ആത്മാക്കളെ ദൈവം ഗ്രഹിപ്പിക്കുന്ന അനേക സന്ദർഭങ്ങൾ ഇതിൽ നമുക്ക് കാണാവുന്നതാണ്. സഭയുടെ ഉണർവിനായി പുത്തൻ സന്യാസ സമൂഹത്തെ വാർത്തെടുക്കാൻ ഒരു ആശ്രമം സ്ഥാപിക്കണം എന്ന ആശ ഉടലെടുത്തപ്പോൾ വിശുദ്ധ അമ്മ ത്രേസ്യ ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ആശ്രമം സ്ഥാപിക്കുക എന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്നും വിശുദ്ധ ഔസേപ്പിന്റെ നാമധേയത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടതെന്നും പ്രാർത്ഥന മധ്യേ ബോധ്യപ്പെട്ടു. മാത്രമല്ല, ആശ്രമത്തിന്റെ ഒരു വാതിൽ വിശുദ്ധ ഔസേപ്പും മറ്റേ വാതിൽ പരിശുദ്ധ കന്യകാമറിയവും സംരക്ഷിക്കും. ഈശോ എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കും. ഒരു നക്ഷത്രം പോലെ ആശ്രമം ശോഭിക്കും. ഇക്കാര്യങ്ങളെല്ലാം പ്രാർത്ഥന മധ്യേ വെളിപ്പെട്ടു. കുമ്പസാരക്കാരനായ വൈദികന്റെയും സുപ്പീരിയറുടെയും അനുവാദത്തോടുകൂടി വിശുദ്ധ അമ്മ ത്രേസ്യ ആശ്രമം സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ആശ്രമം സ്ഥാപിക്കുന്നതിനുള്ള അനുവാദം പല പ്രാവശ്യം നിഷേധിക്കപ്പെട്ടു. ഒടുവിൽ
ഒരു ഭവനം വാങ്ങാൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസം വീണ്ടും അനുവാദം നിഷേധിക്കപ്പെട്ടു. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും ആശ്രമം സ്ഥാപിക്കുക എന്ന പ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കണമെന്ന് കുമ്പസാരക്കാരനായ വൈദികൻ വിശുദ്ധ അമ്മ ത്രേസ്യയോട് ആവശ്യപ്പെടുന്നു. ആശ്രമം സ്ഥാപിക്കുക എന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നുവെങ്കിലും തന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്നതായി വിശുദ്ധ അമ്മ ത്രേസ്യ അറിയിക്കുന്നു. കുറെ മാസക്കാലം ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ശാന്തയായിരുന്നു. ദൈവവും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും വിശുദ്ധ അമ്മ ത്രേസ്യയോട് സംസാരിച്ചില്ല. 1561 പുതിയ റെക്ടർ ചാർജ് എടുത്തപ്പോൾ തന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹത്തെക്കുറിച്ച് വിശുദ്ധ അമ്മ ത്രേസ്യ അറിയിക്കുന്നു. അദ്ദേഹം എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നു. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് 1562 വിശുദ്ധ അമ്മ ത്രേസ്യ യൗസേപ്പിന്റെ നാമധേയത്തിലുള്ള തന്റെ ആദ്യത്തെ ആശ്രമം സ്ഥാപിക്കുന്നു. ആശ്രമം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമ്മ ത്രേസ്യ സഹിച്ച ത്യാഗത്തിന്റെ ഒരു അംശം മാത്രമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യ വളരെ ക്ലേശങ്ങൾ സഹിച്ച് മറ്റൊരാശ്രമം ബുർഗോസിൽ സ്ഥാപിച്ചു. കസിലിയ പ്രദേശത്തെ ബുർഗോസ് പട്ടണത്തിൽ ദത്തലോസ് എന്ന വിധവ താമസിച്ചിരുന്നു. അവളുടെ വീട്ടിലെ 7 പേർ രോഗികളായി കിടപ്പിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പ് ദത്തലോസിന്റെ ഭർത്താവ് മരിച്ചു. അവളും രോഗിയായി. എന്നാൽ അവളുടെ പ്രാർത്ഥന കേട്ട് ഈശോ അവളുടെ ശിരസിൽ കൈവച്ചു. അവൾ സൗഖ്യം പ്രാപിച്ചു. ഈ ദിവ്യാനുഭവത്തിന് ശേഷം ഒരു ആശ്രമം സ്ഥാപിക്കണമെന്ന് അവൾ നിർബന്ധം പിടിക്കുകയും തന്റെ ഭവനം അതിനായി വിട്ടു നൽകുകയും ചെയ്തു. ഈ മഠത്തിന്റെ സഭാപരമായ അംഗീകാരത്തിനായി ബുർഗോസിലേക്ക് പോയ അമ്മ ത്രേസ്യയ്ക്ക് വളരെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ദുർഘടമായ വഴി, ശക്തമായ മൂടൽമഞ്ഞ്, ഇടയ്ക്കിടെ കാറ്റും മഴയും, നിറഞ്ഞു കവിയുന്ന പുഴയും കടക്കേണ്ടി വന്നു. വളരെ ക്ലേശം നിറഞ്ഞതായിരുന്നു 2 ദിവസത്തെ യാത്ര. എന്നാൽ അമ്മ ത്രേസ്യ യാത്ര അവസാനിപ്പിച്ച് പിന്മാറിയില്ല. പിശാചിന് അടിമപ്പെടാതെ ദൈവത്തെ സ്തുതിച്ച് അവർ മുന്നോട്ട് പോയി. അവസാനം അവർ ബുർഗോസിലെത്തി. അമ്മ ത്രേസ്യയുടെ വരവിനെ കുറിച്ച് എങ്ങനെയോ അറിഞ്ഞ ജനം പുണ്യവതിയായ ആ അമ്മയെ കാണാൻ കാത്തിരുന്നു. എന്നാൽ അവിടുത്തെ മെത്രോപൊലിത്ത അമ്മ ത്രേസ്യയുടെ വരവിനെ സ്വാഗതം ചെയ്തില്ല. മാത്രമല്ല, സ്വന്തം ഭവനവും വരുമാന മാർഗവും ഉണ്ടെങ്കിൽ മാത്രം അവിടെ ആശ്രമം സ്ഥാപിച്ചാൽ മതിയെന്നും സഭാജനങ്ങളിൽ നിന്ന് ലഭിച്ച തുക അതിനായി ഉപയോഗിക്കരുതെന്നും കൽപ്പിച്ചു. എന്നാൽ മെത്രോപൊലിത്തയുമായി നേരിട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ കത്രീന എന്ന വിധവയുടെ ഭവനത്തിൽ ആശ്രമം സ്ഥാപിക്കാൻ അനുമതി നൽകുകയും ബാക്കി കാര്യങ്ങൾ ജനറൽ അച്ഛനുമായി ആലോചിച്ച് ചെയ്യാനും നിർദ്ദേശിച്ചു. എന്നാൽ ജനറൽ അച്ഛൻ സ്വന്തം ഭവനം ലഭിച്ചിട്ട് മതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്ന് നിർദ്ദേശിച്ചു. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിന് അടുത്തെങ്ങും ദേവാലയമില്ലാത്തതിനാൽ ധർമ്മശാലയിലേക്ക് താമസം മാറ്റി. ധർമ്മശാലയിലെ താമസം ദുരിതം നിറഞ്ഞതായിരുന്നു. അവിടെ താമസിക്കുന്നതിനിടയിൽ അല്പം പണം സ്വരൂപിച്ച് അവർ ഒരു ഭവനം സ്വന്തമായി വാങ്ങി. എങ്കിലും അനുമതി ലഭിക്കാൻ വൈകി. അവസാനം മെൻഡോസ എന്ന മെത്രാൻ സഹായത്തിനെത്തുകയും ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വളരെ ക്ലേശങ്ങൾ സഹിച്ച് അനേകം ആശ്രമങ്ങൾ വിശുദ്ധ അമ്മ ത്രേസ്യ കർമ്മലീത്ത സഭയെ നവീകരിക്കുന്നതിനായി ദൈവം തിരഞ്ഞെടുത്തത് അമ്മ ത്രേസ്യയായിരുന്നു. വളർന്നു വന്ന ത്രേസ്യയിൽ സാധാരണ പെൺകുട്ടികൾ കാണുന്ന സ്വഭാവ രീതികൾ ഉണ്ടായിരുന്നു. വേണ്ടത്ര വിവേകമില്ലാത്ത നോവലുകൾ വായിക്കുകയും മൈത്രി ബന്ധം പുലർത്തുകയും ചെയ്തു. ഒരു സന്യാസിനിയാകണമെന്ന മോഹം ഒട്ടും തന്നെ അവൾക്കുണ്ടായിരുന്നില്ല. അയൽക്കാരിയുടെ പ്രചോദനത്താൽ തലമുടി ചുരുട്ടാനും സുരഭില തൈലം പൂശാനും തുടങ്ങി. വ്യർത്ഥമായ സംഭാഷണം മൂലം ആധ്യാത്മിക ജീവിതം ശുഷ്കമായിരുന്നു. മറ്റുള്ളവർക്ക് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കുമെങ്കിലും ത്രേസ്യ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വഴുതി മാറിക്കൊണ്ടിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ലൗകിക ആനന്ദങ്ങളിലേക്കുള്ള ആകർഷണം ഒരു വശത്ത്, അരൂപിയുടെ സ്വരവും ദൈവിക ഇടപെടലും മറുവശത്ത്. ഒരു ഉച്ചസമയത്ത് സ്നേഹിതനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പറത്തവള അവരുടെ ഇടയിൽ കൂടെ ഇഴഞ്ഞുപോയി. ഇത് കണ്ടപ്പോൾ സർവേശ്വരന് തൻ്റെ ഈ സ്നേഹവിനോദം ഇഷ്ടമില്ലെന്ന് ത്രേസ്യ മനസ്സിലാക്കി. ഒരിക്കൽ വിശുദ്ധ അഗസ്റ്റേനോസിൻ്റെ കൺഫെഷൻസ് ഓഫ് സെയിന്റ് അഗസ്റ്റിൻ എന്ന പുസ്തകം വായിക്കുവാനായിട്ട് അവൾക്ക് ലഭിച്ചു. അത് അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി.
തന്നെ പൂർണ്ണമായും അവൾ ദൈവത്തിൽ സമർപ്പിച്ചു. അവൾ നല്ലൊരു സന്യാസിയാവുകയും ചെയ്തു. ബ്ലാക്ക് ഡെത്ത് എന്ന മഹാമാരി മൂലം മറ്റു സന്യാസ സഭകളിൽ എന്ന പോലെ കർമ്മല സഭയിലും അംഗസംഖ്യ ഗണ്യമായി കുറയുകയും ദൈവവിളിയും വിരളമാവുകയും ചെയ്തു. നിയമത്തിൽ ചില അയവുകൾ വരുത്തി. കർമ്മല സഭയുടെ അയന നിയമങ്ങളും അന്നത്തെ സാഹചര്യവും മൂലം സഭയുടെ ചൈതന്യം നിസ്സാരവൽക്കരിക്കപ്പെടുകയും സഭ ലൗകികതയിലേക്ക് നീങ്ങുന്നതായും ത്രേസ്യ മനസ്സിലാക്കി. നിരവധി സന്ദർശകർ ആത്മീയ ഉപദേശങ്ങളും സൗഹൃദങ്ങളും പങ്കുവയ്ക്കുന്നതിനായി മഠത്തിലെത്തിയിരുന്നു. മഠത്തിലെ സാഹചര്യങ്ങൾ താപസ ജീവിതം കാക്ഷിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്നതല്ലായിരുന്നു. ഒരു മഠം ലൗകിക മാനദണ്ഡങ്ങൾ സ്വീകരിച്ച് വിനോദങ്ങൾക്ക് പ്രവേശനം നൽകുകയും കന്യാസ്ത്രീകളുടെ ചുമതലകളെപ്പറ്റി ബോധമില്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കർത്താവ് ഓരോ കന്യാസ്ത്രീകൾക്കും വീണ്ടും വീണ്ടും നിവേശനങ്ങൾ നൽകിയാൽ മാത്രമേ അവർ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയ ത്രേസ്യയെ കർമ്മല സഭ നവീകരിക്കുന്നതിനായി ആത്മീയ പിതാവ് തിരഞ്ഞെടുത്തു. കത്തോലിക്ക സഭയുടെ നവീകരണ കാലഘട്ടത്തിന്റെ മുന്നണി പോരായി കർമ്മലീത്ത സഭയുടെ സ്ഥാപകയുമാണ് ആവിലായിലെ അമ്മ ത്രേസ്യ. ആഴമായ വിശ്വാസത്താൽ ദൈവസ്നേഹം ദർശനങ്ങളിലൂടെ അനുഭവിച്ചു. ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് സ്വന്തം ജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോയതിനാൽ സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നില്ല അവരുടെ ജീവിതം. ഒരിക്കൽ അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ തന്റെ ഹൃദയത്തിലെ മുറിവുകൾ അവർക്ക് സമ്മാനമായി നൽകി. ഒരു മാലാഖ എത്തി തീ അമ്പുകൊണ്ട് ആ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു. അത്രമേൽ വേദനാജനകമായിരുന്നു അത് എങ്കിലും അമ്മ ത്രേസ്യ ഇപ്രകാരം പറഞ്ഞു: ഈശോയുടെ ആ തലോടൽ എന്നെ വേദനിപ്പിച്ചുവെങ്കിലും അന്നു മുതൽ എന്റെ ഹൃദയം ദൈവസ്നേഹത്താൽ ജ്വലിക്കുകയായിരുന്നു. ഇന്നും അമ്മ ത്രേസ്യയുടെ ഹൃദയം കേടുകൂടാതെ ഇരിക്കുന്നത് നമ്മിൽ അത്ഭുതം ജനിപ്പിക്കും. എല്ലാ വേദനകളും സ്നേഹത്തോടെ സഹിച്ചുകൊണ്ട് സഭയ്ക്കും ലോകത്തിനും അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കുകയായിരുന്നു അവരുടെ ജീവിത ലക്ഷ്യം. ഭയം ജനിപ്പിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു അമ്മ ത്രേസ്യ തന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. കത്തോലിക്ക സഭയ്ക്ക് നേരിൽ ധാരാളം ഭീഷണികൾ ഉയർന്നു വന്നിരുന്നതിനാൽ ഏതുതരം നവീകരണ പ്രവർത്തനങ്ങളെയും വ്യക്തമായി വീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് വളരുവാൻ അനുവദിച്ചിരുന്നത്. കുറ്റാരോപണങ്ങൾ മൗനമായി സഹിക്കുക എന്ന സുഹൃതം കർത്താവിൽ നിന്ന് അമ്മ ത്രേസ്യ നേടിയെടുത്തു. ശരീരത്തെ ക്ഷയിപ്പിക്കാതെ ആത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുവാൻ കഴിഞ്ഞു. 1555 സന്യാസിനികൾക്ക് ഒരാൾ ഈശോയുടെ പീഡാസഹനത്തിന്റെ ചിത്രം സമ്മാനിക്കുകയുണ്ടായി. രക്തം വാർന്നൊലിക്കുന്ന ആ ചിത്രത്തിനു മുൻപിൽ അമ്മ ത്രേസ്യ സാഷ്ടാംഗം വീണു. പാപത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി അവൾ പ്രാർത്ഥിച്ചു. ആത്മീയതയുടെ പുരോഗതി എന്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് കർത്താവ് അമ്മ ത്രേസ്യയ്ക്ക് വെളിപ്പെടുത്തി. അമ്മ ത്രേസ്യ പുണ്യവതി 5 പുസ്തകങ്ങളും 7 ചെറുഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. സ്വയംകൃത ചരിതം, സുഹൃത സരണി, മഠസ്ഥാപനങ്ങൾ, ദൈവസ്നേഹ ചിന്തകൾ, ആഭ്യന്തര കർമ്മ്യം എന്നീ പുസ്തകങ്ങളും മഠസന്ദർശന ക്രമം, സ്നേഹ നെടുവീർപ്പുകൾ, ആധ്യാത്മികതയുടെ ദർശനങ്ങൾ, ആത്മീയ വിവരണങ്ങൾ, കർത്താവിന്റെ അനുഗ്രഹങ്ങൾ, കത്തുകൾ, എഴുത്തുകൾ എന്നീ ചെറുഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. സാധാരണ ഉപമകൾ വഴിയാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയത്. ചിന്താസുന്ദരമാണ് ഈ ഗ്രന്ഥങ്ങൾ. ഏകാഗ്രത, സമാധി, പാരവശ്യം, ആരൂപിയുടെ പലായനം, ആധ്യാത്മികയുടെ ദർശനം, ദൈവൈക്യം എന്നീ മൗലിക പ്രതിഭാസങ്ങളും സ്വയം ജീവിത പരാജയങ്ങളും ഉൾപ്പെടുത്തിയാണ് സ്വയംകൃത ചരിതം രചിച്ചിട്ടുള്ളത്. തന്റെ ആത്മീയ തീർത്ഥാടനം ദൈവത്തെ കാണാനുള്ള അദമ്യമായ ദാഹത്തോടെയാണ് ആരംഭിച്ചത്. ആ യാത്രയിൽ പുരുഷന്റെ വിശുദ്ധ യോഹന്നാനെ പോലെയുള്ള പല വിശുദ്ധരും അവരെ സഹായിച്ചു. അമ്മ ത്രേസ്യയ്ക്ക് 52 വയസ്സും പുരുഷന്റെ വിശുദ്ധ യോഹന്നാന് 25 വയസ്സുമുള്ളപ്പോഴാണ് അവർ പരസ്പരം കണ്ടുമുട്ടുന്നത്. കത്തോലിക്ക സഭയുടെ നവോത്ഥാനത്തിന്റെ 2ാം ഘട്ടത്തിലായിരുന്നു അമ്മ ത്രേസ്യ. പുരുഷന്മാരുടെ കമ്മ്യൂണിറ്റികളിൽ നവോത്ഥാനം വികസിപ്പിക്കുന്നതിനായി പുതുതായി ഓർഡിനേഷൻ സ്വീകരിച്ച പുരുഷന്റെ വിശുദ്ധ യോഹന്നാനുമായുള്ള സൗഹൃദം വിശുദ്ധ അമ്മ ത്രേസ്യയെ സഹായിച്ചു. ഇരുവരുടെയും വ്യക്തിത്വങ്ങൾ തമ്മിൽ വളരെ അന്തരമുണ്ടായിരുന്നുവെങ്കിലും
തങ്ങളുടേതായ വഴിയിലൂടെ വിശുദ്ധി നേടാൻ രണ്ടുപേരും ശ്രമിച്ചു. ജന്മനാ തന്നെ ഒരു നേതാവായിരുന്ന വിശുദ്ധ അമ്മത്രേസ്യയും നിതാന്തമായ പരിശ്രമം കൊണ്ട് ഒരു നേതാവായി തീർന്ന പുരുഷന്റെ വിശുദ്ധ യോഹന്നാനും തമ്മിലുള്ള സൗഹൃദം വിശുദ്ധമായിരുന്നു. യാഥാസ്ഥിതിക കത്തോലിക്കരായിരുന്ന ഇരുവരും അനുഷ്ഠാനങ്ങളെക്കാളുപരി ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന് പ്രാധാന്യം നൽകി. രണ്ടുപേരും ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു തന്നവരാണ്. രണ്ടുപേരുടെയും ജീവിതത്തിൽ പൈശാചിക അനുഭവങ്ങൾ ധാരാളം ഉണ്ടായി. കഠിനമായ പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ ജലത്തിലൂടെയും പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇരുവർക്കും സാധിച്ചു. ആഴത്തിലുള്ള മതപരമായ അപഗ്രഥനം രണ്ടുപേരുടെയും ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. കൂടാതെ സ്പാനിഷ് മിസ്റ്റിസിസവും. അമ്മത്രേസ്യയുടെ ഗ്രന്ഥങ്ങളിലെ പല ദർശനങ്ങളും പുരുഷന്റെ വിശുദ്ധ യോഹന്നാന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരണികളായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ അമ്മത്രേസ്യ തന്റെ അഭിപ്രായങ്ങൾ സഭാ മേലധികാരികൾക്ക് മുമ്പിൽ ധൈര്യമായി പറഞ്ഞപ്പോൾ പുരുഷന്റെ വിശുദ്ധ യോഹന്നാൻ സാധാരണക്കാർക്കിടയിൽ വളരെ ലളിതമായി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. സ്ത്രീകൾ നയിക്കുന്ന ആത്മീയ ജീവിതത്തിന് ത്രേസ്യ രൂപം നൽകി. സന്യാസിനികൾക്കും ആത്മീയ ഗുരുക്കന്മാരെ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ത്രേസ്യ തന്റെക്കാൾ വളരെ പ്രായം കുറഞ്ഞ പുരുഷന്റെ വിശുദ്ധ യോഹന്നാനെ തന്റെ ആത്മീയ ഗുരുവാക്കി. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 12:49. ഞാൻ ഭൂമിയിൽ തീയിടാനായിട്ടാണ് വന്നിരിക്കുന്നത്. അത് കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ കത്തോലിക്ക സഭയിലെ അബദ്ധ സിദ്ധാന്തങ്ങൾക്ക് തീയിടാനും ദൈവത്തിലുള്ള വിശ്വാസം മനുഷ്യ മനസ്സുകളിൽ കത്തിജ്വലിപ്പിക്കുവാനും ഇരു വിശുദ്ധർക്കും കഴിഞ്ഞു. കർമ്മലീത്ത സന്യാസ സഭകളുടെ നവീകരണത്തിനും പുനഃസ്ഥാപനത്തിനും നേതൃത്വം നൽകിയ സന്യാസിനിയാണ് വിശുദ്ധ അമ്മത്രേസ്യ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമാണ് വിശുദ്ധ ത്രേസ്യ. കേരള ക്രൈസ്തവർ വിശുദ്ധ ത്രേസ്യയെ ആവിലായിലെ അമ്മത്രേസ്യ എന്നാണ് വിളിക്കാറ്. കേരള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1723 ഡിസംബറിലാണ് വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുസ്വരൂപം കേരളത്തിലെ മയ്യഴിയിലെത്തിയത്. വിശുദ്ധ എന്നതിലുപരി വേദപാരംഗത എന്നും ത്രേസ്യയെ അറിയപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിക്കുവാനിടയ ഒരു കഥ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹം പക്ഷിമൃഗാദികളെ വേട്ടയാടി പിടിക്കുകയും ചെയ്യുകയായിരുന്നു. നടന്ന് നടന്ന് തളർന്ന വേട്ടക്കാരൻ ഒരു അരുവിയുടെ സമീപമെത്തി. ഒരു ഇലയെടുത്ത് കുമ്പിളുണ്ടാക്കി ആ അരുവിയിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ ശ്രമിക്കുകയാണ്. വേട്ടക്കാരൻ വെള്ളം കോരി കുടിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഇലക്കുമ്പിളിനെ പക്ഷി തട്ടിമാറ്റി. വീണ്ടും വീണ്ടും ആ അരുവിയിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ വേട്ടക്കാരൻ ശ്രമിച്ചപ്പോൾ പക്ഷി തട്ടിമാറ്റിക്കൊണ്ടേയിരുന്നു. വേട്ടക്കാരൻ ഇലക്കൊമ്പിളിനെ തട്ടിമാറ്റിയത് എന്തിനാണ് എന്ന് അദ്ദേഹം അന്വേഷിച്ചില്ല. ക്ഷുഭിതനായ വേട്ടക്കാരൻ ആ പക്ഷിയെ എയ്തു വീഴ്ത്തി. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ വേട്ടക്കാരന് വിഷമമായി. അങ്ങകലെയായി ശവശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന തടാകത്തിൽ നിന്ന് ഒഴുകി വന്ന ജലമായിരുന്നു അത്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ മനസ്സിലാക്കാതെ ജീവിതത്തിൽ നടന്നു മുന്നേറുവാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താനും കുറവുകൾ നികത്താനും വിശുദ്ധ അമ്മത്രേസ്യയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ അമ്മത്രേസ്യയുടെ നല്ല ഗുണങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. ഇന്നത്തെ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ അമ്മത്രേസ്യയുടെ ജീവിതത്തിന്റെ ഒരു ലഘുവിവരണം എല്ലാവരും കേട്ട് കഴിഞ്ഞു. ആ വിശുദ്ധയിൽ തിളങ്ങി നിന്ന പുണ്യങ്ങളും സുഹൃതങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മെ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ലോകം മുഴുവൻ എല്ലാ മനുഷ്യരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരി ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമേ എന്ന് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ മുന്നേറാം. ഈ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.